പിന്നെ കൂടെ വന്ന 2 അറബികളുണ്ട്. അത് കേട്ടോളേ, കോലൊന്ന് കേട്ടോ. അതിന് എന്നെ ആളുകളൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിൽ 5 ആളുകളും മൂപ്പര കുട്ടികളും പേരെ കുട്ടികളൊക്കെയാണ്. പേര് വായിച്ചാൽ അറിയാം. അഷേഖ് മുഹമ്മദ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, റിയാബ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, മൻസൂർ ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, ഫാരിസ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്. വേറെ കൂടെയുള്ള 2 ആൾക്കാരും. വേറെ കൂടുള്ള 2 ആൾക്കാരും. തലക്കൊരു പശു ഉണ്ട് കേട്ടോ. വേറെ കൂടുള്ള 2 ആൾക്കാരും കളവാ. വേറെ കൂടുള്ള 2 ആൾക്കാരല്ല. ലോക പ്രശസ്ത പണ്ഡിതനായ ബസ്സാം ഇബ്നു ബാറൂദ്. എത്ര കിതാബുണ്ട് അദ്ദേഹം എഴുതിയത്, എത്ര കിതാബിന് തഹ്രീഖ് അദ്ദേഹം. ആ മഹാനാണ് അതിൽ ഒപ്പിട്ട് ഉസ്താദിനോടുത്ത സനദിൽ. അദ്ദേഹം കൂടെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ ശുദ്ധ കളവ്. അദ്ദേഹം മർക്കസിൽ വന്നിട്ടേ ഇല്ല. കളവ് മാത്രം പറയാൻ ഞങ്ങൾ കോഴിക്കോട്ട് പരിപാടി ഇനി വെക്കുവാനെ. അതെ, അത് അറബി വായിക്കുന്നുണ്ട്. സനദിന്റെ സാക്ഷി ഒന്ന് വെച്ച് കേൾപ്പിച്ചു കൊടുക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും. من قبل الشيخ محمد بن الشيخ أحمد آل هلال الخزرجي والشيخ ذياب بن الشيخ أحمد آل هلال الخزرجي والشيخ منصور بن الشيخ أحمد آل هلال الخزرجي والشيخ فارس بن الشيخ أحمد آل هلال الخزرجي وفضيلة العالم المحقق الشيخ بسام محمد بارود وفضيلة الشريف سيد بن محمد قاضي التنواجيوي. ബസ്സാം ഇബ്നു ബാറൂദ് അദ്ദേഹം ആരാ? ഈ സനദിൽ ഒപ്പിട്ട സാക്ഷി ഒപ്പിട്ട ബസ്സാം ഇബ്നു ബാറൂദ് ആരാ? എത്ര കിതാബ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം എന്നറിയോ? അബൂദാബിയിലെ മുജമ്മഉ സഖാഫിയിൽ ഉന്നത സ്ഥാനമുള്ള ലോകത്തറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം അതിൽ സാക്ഷി ഒപ്പിട്ടത്. നിങ്ങൾ വിചാരിച്ച തട്ടിപ്പാണ്. ഇനിയോ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. വന്നു നിങ്ങൾ വെറുതെ പറഞ്ഞ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ഇനിയിപ്പോ ഞങ്ങൾ ഇതാക്കാനാ. ഇനി ഞാനിട്ട് പറഞ്ഞുതരാം. മൂപ്പര് പറയുന്ന കുടുംബ സനദാണ് അവിടെ വായിക്കപ്പെട്ടത്. എന്റെ കയ്യിൽ ഒരു മുടിയുണ്ടായി, ആ മുടി നബിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ ഈ കുടുംബ സനദാണ് അവിടെ വായിക്കപ്പെട്ടിട്ടുള്ളത്. കുടുംബ സനദ് വായിച്ചാൽ എന്റെ കയ്യിലൊരു മുടിയുണ്ടായി, ആ മുടി നബിയിൽ നിന്ന് കിട്ടിയതാണ് എന്നതിന് സനദാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ഇങ്ങനൊരു വാചകം അദ്ദേഹം പറഞ്ഞതിന് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനൊരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? പറയാത്ത വാചകം എങ്ങനെ നിങ്ങൾ അയാൾ വെച്ച് കിട്ടിയത് അശീത്തിന്റെ പേരിൽ? അങ്ങനെ വാചകം ആദ്യം കേൾപ്പിക്കും. ഇനിയോ എന്താ ഇതിലുള്ളത്? എല്ലാവർക്കും അറിയാം. ഫഹാദാ സനദും മിന്നി അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി എന്ന് പറഞ്ഞിട്ട് ഈ സനദ് ആദ്യം അള്ളാന്റെ മഹത്വം പറഞ്ഞ്, പിന്നെ റസൂൽ സല്ലല്ലാഹു മഹത്വം പറഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഫഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ ആരാ? അത് ഉപ്പാപ്പാന്റെ പേര്, അൻസാരികളുടെ പേര് വരെ, അത് സഹാബത്തിന്റെ പേര് വരെ പറഞ്ഞിട്ട് പിന്നെ സനദിന്റെ വാചകം ശേഷം വരികയാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഒന്നുകൂടി ശരിയാക്കി തരാം. അതും കൂടി ബാക്കിയൂടെ ഒന്ന് കേൾക്കട്ടെ. ഇയാള് പറയുന്നേ, ഇയാൾ ഒരാളെ മർക്കസ് പറഞ്ഞേച്ചോളൂ. അത് പറഞ്ഞേച്ച് എല്ലാ നിർദ്ദേശവും കൊടുത്തിട്ട് പറഞ്ഞേച്ചാണ് ഒരു അയാളെന്ത് ആ നിർദ്ദേശം ഒന്നും പാലിക്കാതിരുന്ന് അതൊന്ന് വെച്ചു കൊടുത്താൽ. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ട നമ്മുടെ ഒരു പ്രവർത്തകൻ പോയി. അദ്ദേഹം പോകുന്നതിന് മുൻപ് തന്നെ ആ വിവരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് മാർഗദർശനങ്ങൾ നൽകിയിട്ടുണ്ടാണ്. ഇന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. പക്ഷേ അരി എത്ര എന്ന് ചോദിച്ചതിന് പയർ അഞ്ഞായി എന്നാണ് അവിടെ മറുപടി കിട്ടിയത്. പിന്നീട് നിങ്ങൾ സനദ് തരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ വന്നത് എന്ന്, അതുകൊണ്ട് നിങ്ങൾ ഷെയ്ഖുനാനോട് ഒന്നുകൂടി ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നാ സനദ് കാണിച്ചു കൊടുക്കാന്നാണ് വായിച്ചു കൊടുത്തത്. ഈ വടക്കേ ഇന്ത്യൻ സനദാ. ഞാൻ ഈ കൂരിയാട് നദീവിനോട് ചോദിക്കുന്നത്, നിങ്ങളെ സനദ് തെക്കേ ഇന്ത്യൻ സനദാ? നദീവിന്റെ സനദ് ഉണ്ടല്ലോ, അത് തെക്കേ ഇന്ത്യൻ സനദോ വടക്കേ ഇന്ത്യൻ സനദോ? വടക്കേ ഇന്ത്യൻ സനദ് സനദാവൂല. അതേത് കിതാബില പറഞ്ഞു വടക്കേ ഇന്ത്യൻ സനദ് സനദാവൂല? വടക്കേ ഇന്ത്യയിൽ നിന്ന് മഹാന്മാര് കൊടുത്ത് ഷറഫാക്കപ്പെട്ട മുടി, അതിന് വടക്കേ ഇന്ത്യയിലെ സനദ് ഉണ്ടാവുക. നിങ്ങളെ സനദ് തെക്കേ ഇന്ത്യൻ സനദാ? ഇനിയോ മൂപ്പരെന്താ പറഞ്ഞേ? ഞാനേ നിങ്ങൾ കാണിച്ചു തരാൻ വന്നല്ലേ എന്ന് ഇയാൾ ചോദിച്ചു. ഇയാൾ പറഞ്ഞു, എന്നാ സുഹൃത്തുക്കളെ അങ്ങനെയൊന്നും പറഞ്ഞില്ല, അത് മറ്റേയാൾ എന്നെ വിശദീകരിക്കുന്നുണ്ട്, അത് ഞാൻ കേൾപ്പിച്ചു തരാ. അതിന് മുമ്പ് ഇയാൾ നമ്മളൊരു സഫീഹാക്കുന്നുണ്ട്, അതൊന്ന് കേട്ടോളി. അതാ ഇപ്പൊ ശരിക്കൊന്ന് തഹ്ഖീഖാക്കാൻ.
അത് ബറക്കാത്തി സാദാത്യങ്ങൾ കൊടുത്തു എന്നാണ് ആ സനദിനെ പറ്റി പറഞ്ഞത്. വല്ലാത്തൊരു സഫാഹത്ത് തന്നെയല്ലേ അത്. ബറക്കാത്തി സാദാത്യങ്ങൾ ഐദറുസി തങ്ങന്മാർ തന്നതാന്ന് പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ ബാലവി തങ്ങന്മാർ തന്നതാന്ന് പറഞ്ഞ മാതിരിയാണത്. ബറക്കാത്തി സാദാത്യങ്ങൾ തങ്ങന്മാരെ വലിയൊരു പരമ്പര അവര് തന്നതാന്ന് പറഞ്ഞാൽ സനദായോ? ഇന്നയാളിൽ നിന്ന് ലഭിച്ച ഇന്നയാളിൽ നിന്ന് ലഭിച്ച സനദിന്റെ കോലം തിരിഞ്ഞില്ല നിങ്ങൾക്ക്. ഇനി ഞാൻ പറയാ, ഇത് നിങ്ങൾ പട്ടിക്കാടിന് കൊടുക്കുന്ന സനദാ, പട്ടിക്കാടിന് കൊടുക്കുന്ന സനദാണ്. അൽ ഇജാസത്തുൽ മുസ്നദ ലിൽ അസാതീദത്തിൽ മുതമരീനൽ ഫായിസീന ഫിൽ ഇംതിഹാനിൽ മർസൂം ലിൽ മുഅല്ലിമീന തഹത്ത റിയായത്തി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ഇതാര് കൊടുക്കുന്ന സനദാ? സമസ്ത വിദ്യാഭ്യാസ ബോർഡ് കൊടുക്കുന്ന സനദ്. അപ്പൊ ഒരു കൂട്ടുണ്ടായ സനദാവൂലെങ്കിൽ ഈ സനദൊന്ന് മാറ്റി അച്ചടിക്കൂ മുസ്ലിയാമാരെ. അങ്ങനെ പറഞ്ഞു സമസ്ത കൊടുത്ത സനദാന്ന് പറയാൻ പറ്റൂലേ? അല്ലെങ്കിൽ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് കൊടുത്തു എന്ന് പറയാൻ പറ്റൂലേ? അത് സഫാഹത്താണെങ്കിൽ ആ സഫാഹത്ത് ആദ്യമുള്ളത് നിങ്ങളിലാണ്. സമസ്തയുടെ ഉലമാക്കൾ തന്ന സനദാണ് എന്ന് പറയുന്നതിനൊരു കുറ്റവും ഇല്ല. അത് നിങ്ങളെ സഫാഹത്താണ്. ഇനി ഞാൻ പറയട്ടെ, കഴിഞ്ഞില്ല. നിങ്ങൾ സനദ് ദാന സമ്മേളനം നടത്തുന്ന കൊല്ലം എത്രയായി? ചോദിക്കട്ടെ, സനദ് ദാന സമ്മേളനമാണോ സഫാഹത്ത് ദാന സമ്മേളനമാണോ? നിങ്ങൾ മറുപടി പറയണം. കാരണം ഞാൻ സനദുകൾ വായിക്കാൻ പോവാണ്. നിങ്ങൾ എന്തേ സനദ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത്? സനദ് എന്നത് റിവായത്തിന്റെ റിജാലിന് സനദ് എന്ന് പറയൂ. എന്നാൽ അതിന് മാത്രമേ സനദ് എന്ന് പറയൂ? അതിന് മാത്രമേ സനദ് എന്ന് പറയൂ? നിങ്ങൾ ഏത് സനദായി ഇതുവരെ വാങ്ങിയത്? കേട്ടോ, പഠിച്ചോ. ഇതേതാ സനദ്? ഇത് ദയൂബന്ദ് എന്ന് കൊടുക്കുന്ന സനദ്. അതേ സനദുൽ ഫറാഖി ലിദ്ദൗറത്തി തഫ്സീർ സനദാണിത്. ശരിക്ക് കേട്ടോ. ഇതിലെന്താ പറയുന്നത്? വൽ ആൻ ലിമാ തലബ അല്ലെങ്കിൽ ലമ്മാ തലബ മിന്നൽ ഇജാസത അജസ്നാഹു വകതബ്നാ ലഹു ഹാദിഹിൽ വറഖത ലിതകൂന സനദൻ വതദ്കിറ ഇൻദ മസ്സിൽ ഹാജ. അപ്പൊ ഇതാണ് ദയൂബന്ദിലെ സനദ്. ശരിക്കും മനസ്സിലാക്കണം. ഈ സനദ് വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇതിൽ റിജാലിന്റെ പേരുണ്ടോ? ഇതിൽ റിജാലിന്റെ പേരുണ്ടോ? ഇല്ല, ഇല്ല. കൊടുക്കുന്ന ഉസ്താദുമാരെ പേരല്ലാതെ ഇതിലതാ അങ്ങോളമുള്ള റസൂലുള്ള വരെയുള്ള പരമ്പര ഇതിലില്ല. അതുകൊണ്ട് ദയൂബന്ദ് എന്ന് കൊടുത്ത സനദ് സനദല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എസ്കക്കാരാ? ഒന്ന്. ഇനി രണ്ടാമത് വായിക്കുന്നത് കേട്ടോ. ഹാദാ സനദു തഹ്സീലിൽ മൗലവിയിൽ ഫാദിലി ലിമദ്റസത്തിൽ ബാഖിയാത്ത് സാലിഹാത്ത് വേലൂർ. വേലൂർ എന്ന് കൊടുക്കുന്ന സനദ് സഫാഹത്താണെന്ന് പറയാൻ